Good afternoon, students. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് മൾട്ടി റേറ്റ് ഡി എസ് പി. മൾട്ടി റേറ്റ് ഡി എസ് പി എന്ന് പറഞ്ഞാൽ മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടി റേറ്റ് എന്ന് പറഞ്ഞാൽ പല റേറ്റിൽ നമുക്ക് സിഗ്നലിനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് കൂട്ടാം അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയ്ക്കാം. അങ്ങനെയുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. So the process of a discrete time signal at different sampling rates in different parts of a system is called multi-rate DSP. അതായത് ഒരു discrete time signal ഉണ്ടെങ്കിൽ ആ discrete time signalനെ ഡിഫറെൻറ്റ് സാമ്പിളിംഗ് റേറ്റിൽ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സിസ്റ്റം. പല സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലത് കൂട്ടി സാമ്പിൾസ് കൂട്ടാം അല്ലെങ്കിൽ സാമ്പിൾസ് കുറയ്ക്കുക, അതാണ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അങ്ങനെ ചെയ്യുന്നതിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൾട്ടി റേറ്റ് ഡി എസ് പി. ഇനി ഇങ്ങനെ ചെയ്യുന്ന മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് പറയുന്നതാണ് മൾട്ടി റേറ്റ് ഡിസ്ക്രീറ്റ് ഡി എസ് പി സിസ്റ്റം. അതായത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ദറ്റ് എംപ്ലോയ് സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ. ആ സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ എംപ്ലോയ് ചെയ്യുന്ന ആ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന് പറയുന്ന പേരാണ് മൾട്ടി റേറ്റ് ഡി എസ് പി സിസ്റ്റം. ആ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് മൾട്ടി റേറ്റ് ഡി എസ് പി. ഓക്കെ, ഇനി സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സിഗ്നൽ ഫ്രം വൺ സാമ്പിൾ റേറ്റ് ടു അനദർ സാമ്പിൾ റേറ്റ്. അതായത് ഇപ്പം നമുക്ക് സാമ്പിൾസ് ഡബിൾ ചെയ്യണം അല്ലെങ്കിൽ ഹാഫ് ആക്കണം, അങ്ങനെയുള്ള ആ പ്രോസസ്സിന് പറയുന്നതാണ് സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ. സോ ദാറ്റ് ഈസ് the process of converting a signal from one sample rate to another sample rate is known as sampling rate conversion. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഡിജിറ്റൽ ഡൊമെയിനിലുള്ള സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ദർ ആർ 2 ways ഫോർ സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ. ഡിജിറ്റൽ ഡൊമെയിനിൽ 2 രീതിയിൽ നമുക്ക് സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻസ് ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൗൺ സാമ്പിളിങ്ങും രണ്ടാമത്തേന്ന് പറയുന്നത് അപ്പ് സാമ്പിളിംഗ് ആണ്. ഡൗൺ സാമ്പിളിങ്ങിന്റെ വേറൊരു പേരാണ് ഡെസിമേഷൻ എന്നും അപ്പ് സാമ്പിളിങ്ങിന്റെ വേറൊരു പേരാണ് ഇന്റർപൊളേഷൻ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് ഡെസിമേഷനും ഇന്റർപൊളേഷനും. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡെസിമേഷൻ എന്നുള്ളതാണ്. അപ്പം ഈ 2 പ്രോസസ്സ്, അതായത് ഡെസിമേഷൻ ആണെങ്കിലും ഇന്റർപൊളേഷൻ ആണെങ്കിലും ഒരു സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ ദാറ്റ് ഈസ് ഡൺ ഇൻ ഡിജിറ്റൽ ഡൊമൈൻ. അതായത് നമ്മളുടെ അതേ ഡിജിറ്റൽ ഡൊമൈൻ ഡിസ്ക്രീറ്റ് ഡൊമൈനിൽ തന്നെ നിന്ന് നമുക്ക് സാമ്പിൾസിന്റെ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിഡക്ഷൻ ഓഫ് സാമ്പിൾസ് ആണ്, സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പ് സാമ്പിളിംഗ് അപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ കൂട്ടുക. അപ്പോൾ സാമ്പിളിംഗ് റേറ്റ് കൂട്ടുന്നതിനാണ് പറയുന്നത് ഇന്റർപൊളേഷൻ എന്നും സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഡെസിമേഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡൗൺ സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. ഡൗൺ സാമ്പിളിംഗ് ഓർ ഡെസിമേഷൻ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ സാമ്പിളിംഗ് റേറ്റ് ബൈ ആൻ ഇൻറ്റിജർ ഫാക്ടർ ക്യാപിറ്റൽ ഡി ഓർ ക്യാപിറ്റൽ എം. 2 നൊട്ടേഷൻസ് നമ്മൾ സാധാരണ കാണുന്നുണ്ട്. ചില ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കും, ചില ടെക്സ്റ്റിൽ എം എന്നും വരും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അത് കാണുമ്പോൾ ഡിയോ എമ്മോ യൂസ് ചെയ്താൽ മനസ്സിലാക്കണം ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡെസിമേഷൻ, അതായത് എത്ര മാത്രം റേറ്റ് കുറയ്ക്കണം. സോ ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ചെയ്യുക, ദാറ്റ് ഈസ് സാമ്പിളിംഗ് റേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൗൺ സാമ്പിളിംഗ് ഓർ ഡെസിമേഷൻ. അതിന് കൊടുക്കുന്ന ഒരു ഫാക്ടർ വെച്ചായിരിക്കും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അതിന് ജനറലി കൊടുക്കുന്ന ലെറ്റർ നൊട്ടേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡിയോ ക്യാപിറ്റൽ എമ്മോ ആയിരിക്കും. ഇനി അപ്പ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് പ്രോസസ് ആണ്, അതായത് പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ സാമ്പിളിംഗ് റേറ്റ് ബൈ ആൻ ഇൻറ്റിജർ ഫാക്ടർ. സാമ്പിളിംഗ് റേറ്റ് കൂട്ടാനാണെങ്കിൽ നമ്മൾ അപ്പ് സാമ്പിളിംഗ് എന്ന് പറയും, സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയും. അപ്പ് സാമ്പിളിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ ഐ അല്ലെങ്കിൽ ക്യാപിറ്റൽ എം. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ടെക്സ്റ്റ് ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചില ടെക്സ്റ്റ് എൻ. അപ്പോൾ രണ്ടും സ്റ്റാൻഡ്സ് ഫോർ ഇന്റർപൊളേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം വാട്ട് യു മീൻ ബൈ ഡൗൺ സാമ്പിളിംഗ് ഓർ ഡെസിമേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. അതിൽ സാമ്പിളിംഗ് റേറ്റ് റിഡക്ഷൻ ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ ക്യാപിറ്റൽ എമ്മോ ഡിയോ ഏതെങ്കിലും ഒരു ലെറ്റർ. അപ്പോൾ നമുക്ക് അതിനിപ്പോൾ ഞാൻ എം വെച്ചാണ് എഴുതുന്നതെങ്കിൽ വൈ ഓഫ് എൻ, അതായത് ഔട്ട്പുട്ട്, അതായത് ഒരു സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ ഡൗൺ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് എൻ ഈക്വൽ ടു എന്തായിരിക്കും എക്സ് ഓഫ് എം ഇൻറ്റു എൻ ആണ്, അല്ലെങ്കിൽ എക്സ് ഓഫ് ഡി ഇൻറ്റു എൻ. 2 ലെറ്റർ നൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡൗൺ സാമ്പിൾ വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ. അപ്പോൾ അതായത് ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് എക്സ് ഓഫ് എൻ, അതിൻ്റെ നൊട്ടേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഒരു ഡൗൺ സാമ്പിളിലൂടെ പോകുമ്പോൾ നമ്മുടെ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായി മാറും, എക്സ് ഓഫ് എം എൻ ആയി മാറും. അതാണ്. അപ്പം ഡൗൺ സാമ്പിളിന് ആ നൊട്ടേഷനാണ് നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ച് നൊട്ടേറ്റ് ചെയ്തത്. ഇപ്പോൾ ഡി ആണെങ്കിൽ എക്സ് ഓഫ് ഡി ആണ്. അപ്പം ഡൗൺ സാമ്പിളിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സാമ്പിളിംഗ് റേറ്റിനെ റെഡ്യൂസ് ചെയ്യുക ബൈ ഫാക്ടർ ഡി. ഇനി ഡൗൺ സാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഒരു സിഗ്നലിനെ നമുക്ക് ഡൗൺ സാമ്പിൾ ചെയ്യണം ബൈ എം. അങ്ങനെയാണെങ്കിൽ നമ്മൾ mth സാമ്പിളിനെ
കീപ്പ് ചെയ്തിട്ട് m-1 സാമ്പിൾസിനെ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1, -1, 2, 4, 0, 3, 2 എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡൗൺ സാമ്പിൾ ബൈ 2 ആണ്. അതായത് എമ്മിന്റെ വാല്യൂ 2 ആണ് ക്വസ്റ്റിൽ കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സാമ്പിൾ. ഇതിനെ ഡൗൺ സാമ്പിൾ ചെയ്യാൻ പറഞ്ഞേക്കാണ്. എത്ര ഫാക്ടറിൽ എമ്മിന്റെ വാല്യൂ 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസ് ചെയ്യാം. എത്ര മാത്രം സാമ്പിൾസിനെ അപ്പോൾ എടുത്ത് കളയണം എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ m-1. അതായത് ഇവിടെ ഇപ്പോൾ എത്ര ഉണ്ടോ, 1, 2, 3, 4, 5, 6, 7 സാമ്പിൾസ് എടുത്തു. അപ്പോൾ നമ്മുടെ ഇവിടെ ഡൗൺ സാമ്പിളിന്റെ റേറ്റ് എത്ര കൊടുത്താണ്, m is equal to 2. m equal to 2 എന്ന് പറയുമ്പോൾ നമ്മൾ m-1 എടുക്കുക. m-1 എന്ന് പറയുമ്പോൾ എന്താ, 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ത് കിട്ടും, 1. അപ്പോൾ ഒരു സാമ്പിള് ഓരോ കോൺസിക്യൂട്ടീവ് സാമ്പിൾസിന്റെ ഇടയ്ക്കുള്ള ഓരോരോ സാമ്പിൾസ് എടുത്ത് കളയാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 അതേപടി കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാമ്പിളായി -1 എടുത്തിട്ട് പിന്നെ എന്ത് വെക്കുക, 2. അതാണ്. അപ്പൊ 1, -1, 2, 4, 0, 3, 2 ഈ ഒരു കേസിനെ, അതായത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ m-1 എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ എടുത്ത് കളയാം. ഒരു സാമ്പിൾ എടുത്ത് കളയാന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരെണ്ണം വിട്ടിട്ട് അടുത്ത എടുക്കുക. മനസ്സിലായ? അപ്പൊ ഇവിടെ 1 ആകുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഒരെണ്ണം കളഞ്ഞ് അടുത്ത ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താ, 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു സാമ്പിൾ അതെന്ന് പറഞ്ഞാൽ എന്താ, 4. അപ്പൊ 4 എടുത്ത് കളഞ്ഞിട്ട് പിന്നത്തെ സാമ്പിൾ എഴുതുക 0, അടുത്തത് 2. കാരണം മനസ്സിലായ, എന്താ, 3 എടുത്ത് കളയുക പിന്നെ 2. ഇതാണ് നമ്മൾ എന്താ ഡൗൺ സാമ്പിൾ ചെയ്യുക. അതായത് ഇത്രയേ ഉള്ളൂ ഡൗൺ സാമ്പിൾ. ഇപ്പൊ ഈ ക്വസ്റ്റിനിൽ തന്നെ m equal to 2 പകരം നമ്മളോട് ചോദിച്ചത് m equal to 3 ആന്ന് വിചാരിച്ചു. ഓക്കെ, m equal to 2 പകരം നമ്മളോട് ചോദിച്ചത് m equal to 3 ആണെങ്കിൽ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ m equal to 2 അല്ലേ കൊടുത്തത്. ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് m equal to 3 ആന്ന് വിചാരിച്ചു. m equal to 3 ആണെങ്കിൽ m-1 എന്ന് പറഞ്ഞാൽ എത്ര വരും, m-1 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 2 അല്ലേ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിൾ കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞിട്ടേ അടുത്തെടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും എന്ന് അറിയാമോ? സോ ദാറ്റ് ഈസ് y of n എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ 2 എണ്ണം കളയാം എന്ന് പറഞ്ഞാൽ -1ഉം -2ഉം കളഞ്ഞിട്ട് അടുത്ത വാല്യൂ എഴുതുക, അതായത് 4 ആയി. പിന്നെ അത് കഴിഞ്ഞുള്ള 2 എണ്ണം എടുത്ത് കളയാം, 0ഉം 3ഉം കളഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വരുന്ന ആൻസർ എന്തായിരിക്കും, 2. സോ ഇതാണ് എന്ത്, വെൻ m equal to 3. ഇവിടെ ഞാൻ ചെയ്തത് m equal to 2. അപ്പൊ ഇത്രയേ ഉള്ളൂ. m equal to 2 എത്രയാണോ നമ്മുടെ ഡൗൺ സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ m-1 എടുക്കുക. ആ ഫസ്റ്റ് എണ്ണം കഴിഞ്ഞിട്ട് അത്രയും m-1 സാമ്പിൾസ് എടുത്ത് മാറ്റിയിട്ട് അടുത്തെടുത്ത് പോവാം. ഇതാണ് ഡൗൺ സാമ്പിളിങ്. സോ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം ഇൻപുട്ടിൽ 7 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ എത്രയും 4. അപ്പൊ എന്ന് വെച്ചാൽ സാമ്പിളിംഗ് റേറ്റ് കുറഞ്ഞു. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ 7 ആയിരുന്നെങ്കിൽ അത് m equal to 3 ആയപ്പോൾ 3 ആയിട്ട് കുറഞ്ഞു. അത് പിന്നെയും കുറയുകയാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെസിമേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് ഏത് ഡൊമൈനിലാണ്, ടൈം ഡൊമൈനിലുള്ള. അപ്പോൾ ടൈം ഡൊമൈനിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ എഫക്റ്റ് ഫ്രീക്വൻസി സ്പെക്ട്രം, അതായത് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താണ് കാണുന്നത്, അതിനാണ് നമ്മൾ അടുത്ത പോകുന്നത്, സ്പെക്ട്രം ഓഫ് ഡൗൺ സാമ്പിൾ സിഗ്നൽ. ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്, ടൈം ഡൊമൈനിൽ നമ്മൾ എന്താണ് കണ്ടത്, നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുന്നതായിട്ടാണ് കണ്ടത്. ഇനി ഇതേ സാധനം തന്നെ ഇത് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിൽ അനലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ആണിത്. മറ്റേതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് ഓഫ് m into n ആണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി സ്പെക്ട്രം, അതായത് ഫ്രീക്വൻസി ഡൊമൈനിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1/m sigma k equal to 0 to m-1 x of e raised to j into omega minus 2 pi k by m. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. അതായത് 1/m sigma k equal to 0 to m-1 x of e raised to j omega minus 2 pi k by m. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടൈം ഡൊമൈനിൽ നമ്പർ ഓഫ് സാമ്പിൾസ് കുറേ, അതായത് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻസി സാമ്പിളിൽ എന്താവും, ഫ്രീക്വൻസി ഡൊമൈനിൽ വരുമ്പോൾ സ്ട്രെച്ചിങ് ആണ്. ഇത്ര ഓർത്തിരുന്നാൽ ടൈം ഡൊമൈനിൽ അത് കുറയുവാണെങ്കിൽ, അതെങ്കിൽ ഷ്രിങ്ക് ചെയ്യുവാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ പോകുമ്പോൾ അത് എന്തായി മാറും, സ്ട്രെച്ച്ഡ് ആവും. ഇതുപോലെ തന്നെ ടൈം ഡൊമൈനിൽ അത് കൂടുവാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താവും, കംപ്രസ് ആവും. അതായത് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈം ഡൊമൈനിൽ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുകയാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ ഷ്രിങ്ക് ആവുകയാണ്. അപ്പൊ അതിന്റെ റിവേഴ്സലല്ലേ ഫ്രീക്വൻസി ഡൊമൈനിൽ വരുള്ളൂ. അപ്പൊ ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താണ് ഡെസിമേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം, ആ കൺസെപ്റ്റ് മാറരുത്. അപ്പൊ ഡെസിമേഷൻ ഇൻ ടൈം ഡൊമൈൻ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോൾ അത് എന്തായി മാറും, സ്ട്രെച്ചിങ് ആയി മാറും. ഓക്കെ, അതാണ് ഓർത്തിരിക്കേണ്ട മെയിൻ കൺസെപ്റ്റ്. സോ ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡൗൺ സാമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്,
അതായത് ഇനിഷ്യലുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ 1/m ബൈ സ്കെയിൽ ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഷിഫ്റ്റഡ് ആവുന്നു, അതായത് ഷിഫ്റ്റഡ് ബൈ 2π വിത്ത് സ്ട്രെച്ച്ഡ് വേർഷൻ ആണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞേക്കണം. ദാറ്റ് ഇസ് ദ ഫോറിയർ ട്രാൻസ്ഫോം y of e raised to j omega of the output signal y of n is a sum of m uniformly shifted and stretched version of x of e raised to j omega scaled by a factor 1/m. This is an important sentence. ഇതാണ് നമ്മൾ എന്താണ് ഡെസിമേഷൻ ചെയ്യുമ്പോൾ രണ്ട് ടൈം ഡൊമെയിനിൽ എന്താ ചെയ്യുന്ന നമ്പർ ഓഫ് സാമ്പിൾസ് കുറഞ്ഞു, അതായത് കുറയുവാണെങ്കിൽ അത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ എന്താ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താവും, സ്ട്രെച്ച്ഡ് ആവും. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ടൈം ഡൊമെയിനിൽ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ സ്ട്രെച്ച് ആവും, ഫ്രീക്വൻസി ഡൊമെയിനിൽ കംപ്രസ് ആവുകയാണെങ്കിൽ ടൈം ഡൊമെയിനിൽ വരുമ്പോൾ സ്ട്രെച്ച് ആവും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ടൈം ഡൊമെയിനിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഡൊമെയിനിൽ അതിന്റെ റിവേഴ്സിലല്ലേ വരുന്നത്. റിവേഴ്സ് പറഞ്ഞാൽ എന്താ, എക്സ്പാൻഷൻ ആവുന്നു. സോ എന്താ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m സാമ്പിൾസ് കാണും, m യൂണിഫോംലി ഷിഫ്റ്റഡ് സാമ്പിൾ, അതാണ് k = 0 to m - 1 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, m യൂണിഫോംലി ഷിഫ്റ്റഡ് എന്ന് കാണിക്കാനാണ് ഒമേഗ -2πk വിത്ത് സ്ട്രെച്ച്ഡ് വേർഷൻ ബൈ m, അതായത് ഫ്രീക്വൻസിനെ ബൈ ഒരു ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, സ്ട്രെച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് ചോദിക്കാം, കാരണം ഇത് എക്സാമിന് എക്സ്പ്ലെയിൻ ഡിസിമേഷൻ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ എ സ്പെക്ട്രം ഓഫ് ഇൻപുട്ട് സിഗ്നൽ x of e raised to j omega with a bandwidth of -π/2 to +π/2 shown below. When the signal is downsampled by a factor d, sketch the spectrum of downsampled signal for sampling rate reduction factor d = 2 and 3. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കാണ്, ഇതാണ് ഒരു സ്പെക്ട്രം, അതിന്റെ ബാൻഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്പെക്ട്രം ഇതാണ് സ്പെക്ട്രം. ഈ ഒരു സിഗ്നലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. ഇതാണ് ആ സിഗ്നലിന്റെ റേഞ്ച്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അപ്പർ മൈനസ് ലോവർ ആണ്. അപ്പൊ ഇത് എടുക്കുമ്പോൾ എത്ര വരും, ഇവിടെ ഒരു π/2 ഉണ്ട്, ഇവിടെ ഒരു π/2. അപ്പൊ മൊത്തം ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, π. മനസ്സിലായോ? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് -π/2 to π/2. അപ്പൊ ഇതിന്റെ മൊത്തം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, π. അപ്പൊ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തേക്കാണ്. ഈ ഒരു സിഗ്നലിലെ ഫ്രീക്വൻസി സ്പെക്ട്രം, ഇതിന്റെ സ്പെക്ട്രം വരയ്ക്കാനാണ് ചോദിച്ചേക്കണേ. ബൈ ഡെസിമേറ്റർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു സിഗ്നലിനെ ഡെസിമേറ്റ് ചെയ്യുക ബൈ 2ഉം 3ഉം ഡെസിമേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിന് സംഭവിക്കുന്നത്. നമുക്ക് ഇപ്പൊ അറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഡെസിമേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്, സ്ട്രെച്ച്ഡ് ആവുന്നു. അപ്പൊ സ്ട്രെച്ച്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്തിരുന്നാൽ മതി, 2 ആണെങ്കിൽ, അപ്പൊ അതായത് ഇപ്പം നമുക്ക് ഇവിടെ ഡെസിമേഷൻ 2 ആണെങ്കിൽ ഈ ബാൻഡ് വിഡ്ത്ത് ഇത് എത്രയാണോ അതിന്റെ ട്വൈസ് ആയി മാറും. ഇപ്പൊ 3 ആണെങ്കിൽ അതിന്റെ കൂടെ എന്താവും, അതിന്റെ 3 ടൈംസ് ആയി മാറും എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോ ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം, d = 2. ഇപ്പൊ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ഇങ്ങോട്ടും -π/2 ഇങ്ങോട്ടും π/2. അപ്പൊ ഈ ഡിഫറൻസ് എത്രയാണ്, π/2 + π/2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ ബാൻഡ് വിഡ്ത്ത്, π ആണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കണേ ഈ സ്പെക്ട്രത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡെസിമേറ്റ് ചെയ്യുക ബൈ 2. ഓക്കെ, പിന്നെ മനസ്സിലാക്കണം ഇത് പീരിയോഡിക് ആണ്, പീരിയോഡിക് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതായത് ഇവിടെ ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് d = 2 or m = 2, ഏത് വേണേലും ചോദിക്കാം. അപ്പൊ സ്പെക്ട്രത്തിന്റെ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, 1/m. എമ്മിന്റെ സ്ഥാനം എന്താണ്, ഇതാണല്ലോ ഇപ്പൊ എഴുതിയ ഇക്വേഷൻ. അപ്പൊ എമ്മിന് പകരം എന്തായി 1/2 സിഗ്മ k = 0 to m - 1. m - 1 എന്ന് പറയുമ്പോൾ എന്തൊരു 1 വരും. x of e raised to j into omega -2πk/m ആണ്. ഇവിടെ എമ്മിന്റെ വാല്യൂ എന്താണ്, 2. അതായത് ഈ ഇക്വേഷനകത്ത് ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ട് വാല്യൂസ് ആണ് കേക്ക് വരുന്നത്. ഒന്ന് k = 0 വരാം, അടുത്തതാണ് k = 1 വരാം. അപ്പൊ ഞാൻ k = 0 കൊടുക്കുമ്പോൾ എന്റെ ഇക്വേഷൻ എന്തായി മാറി, ഹാഫ് ഓഫ് x of e raised to j omega by 2, കാരണം ഇത് 0 ആയി പോയില്ലേ, പ്ലസ് ഹാഫ് ഓഫ് x of e raised to j into ഒമേഗ kക്ക് 1 കൊടുക്കുമ്പോൾ ഒമേഗ -2π/2. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന സിഗ്നലിനെ ബൈ 2 വെച്ച് ഡെസിമേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഒന്ന് ഈ കമ്പോണന്റും ഒന്ന് ഈ കമ്പോണന്റ്. ഈ രണ്ട് കമ്പോണന്റിന്റെ സമ്മാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പൊ ഇതിൽ ഇതാണ് ഇത്ര കാര്യം നമുക്ക് മനസ്സിലായത്. ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണേ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഇൻപുട്ട് സ്പെക്ട്രം എന്ന് പറയുന്നത് എവിടെ തൊട്ടായിരുന്നു, -π/2 to π/2 അല്ലേ. നോക്കിയേ പടത്തിൽ നോക്കിയേ, എവിടെ തൊട്ടാ റേഞ്ച് ചെയ്യുന്ന -π/2 to π/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അന്നേരം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ, അപ്പർ മൈനസ് ലോവർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, π എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം എന്താണ്, d = 2. അപ്പൊ d = 2 ആകുമ്പോൾ ഞാൻ പറഞ്ഞ എപ്പോഴും ഓർത്തിരിക്കണം, ആ സ്പെക്ട്രത്തിന്റെ ഈ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്താവും, സ്ട്രെച്ച് ഡൗൺ ടു 2 എന്താവും, 2π മാറും. d = 2 ആയതുകൊണ്ടാണ് പൈയിൽ നിന്ന് എന്തായി മാറി, 2 × π, അങ്ങനെയാണ് 2π ആയി മാറി.
അപ്പൊ 2π ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെല്ലാം 2 ആണല്ലേ. 2π ആവുമ്പോൾ ഈ -π/2 എന്നുള്ളത് എന്തായി മാറും, പൈ ആയാലല്ലേ ശരിയാകത്തുള്ളൂ. അപ്പൊ ഇത് ഫുൾ ഇൻ ടേൺ മൾട്ടിപ്ലൈങ് ടു ഫാക്ടർ എന്താണ് 2. സോ ദാറ്റ് ബിക്കംസ് -π/π. -π/π എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്, 2π ആയി മാറത്തില്ലേ. അത് മാത്രമാണ് സംഭവിക്കുന്നത്, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്തായി മാറും, സ്കെയിൽഡ് ബൈ ഫാക്ടർ 2. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കണം, ബൈ 2 എന്ന് പറഞ്ഞാൽ ഏതാണ് വാല്യൂ അതിന്റെ ഇൻറ്റു ഇത് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ സ്പെക്ട്രം നേരത്തെ ഉണ്ടായിരുന്ന ബാൻഡ് വിഡ്ത്ത് പൈ എന്നുള്ളത് ഇപ്പൊ എന്തായി മാറി, 2π ആയി മാറി. അതുപോലെ തന്നെ ഇനിഷ്യൽ വാല്യൂ 1 ആണെങ്കിൽ അത് എന്തായി മാറി, അതിന്റെ ഹാഫായി മാറി. ഇനി ഈ പടമാണ് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇനി വരയ്ക്കാൻ പോകുന്ന d = 2 നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കി. ആദ്യം ഫസ്റ്റ് ഇത് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ വരച്ചിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, y(e⁻j⁻) ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ വരച്ചേക്കണത്. അപ്പൊ ഈ വരച്ചേക്കണ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇത് ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കണേ. ഇവിടെ നമ്മുടെ 0, നേരത്തെ ക്വസ്റ്റിനിൽ എത്രയായിരുന്നു, -π/2. ഇപ്പൊ സ്ട്രെച്ച് ആയപ്പോ എത്രയായി, 2π ആയില്ല. അപ്പൊ ഇവിടെ എന്തായി, -π to π. അത് കണ്ടോ, നമ്മുടെ π/2 എന്തായി മാറി, -π to π ആയി. അപ്പൊ ഇതെന്തായി, ഇത് സ്ട്രെച്ച് ആയി മാറി. കണ്ടോ, വാല്യൂ 1ൽ നിന്ന് എന്തായി മാറി, ഹാഫായി മാറി. പിന്നെ ഇത് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന എന്താ, അടുത്ത 2π. അപ്പൊ ഈ പൈ കഴിഞ്ഞാൽ ഒരു 2π ഡിഫറൻസിൽ അടുത്തത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് എന്ത്, ½ (x(e⁻j⁻)/2. മനസ്സിലായോ? ½ (x(e⁻j⁻)/2 എന്ന് പറഞ്ഞാൽ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, -π to π വിത്ത് റിപ്പീറ്റേഷൻ 2π. ഇനി അടുത്ത ടേം എന്താണ് ഇതിന്റെ കൂടെ ഉള്ളത്, x(x(e⁻j⁻ω-2π/2. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിഗ്നലിനെ ഒരു 2π ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇത് കിട്ടത്തില്ലേ. കാരണം ഇതും തമ്മിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണ്, ഒരു ഷിഫ്റ്റ് ഓഫ് 2π ഉള്ളൂ. അതായത് ഈ ഒരു സിഗ്നലിനെ ഒന്ന് 2π ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സിഗ്നൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്തായി മാറും, നമ്മുടെ സിഗ്നൽ ഇതാണെങ്കിൽ ഇതിനെ ഒന്ന് 2π ഷിഫ്റ്റ് ചെയ്യുക. ഒന്ന് 2π ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ഇതേ പടം വരയ്ക്കുമ്പോൾ എന്താവും, ഈ 0യിലുള്ളത് എവിടെ വരും, 2πയിൽ വരും. എന്ന് വെച്ചാൽ ഇത് മൊത്തം, അപ്പൊ ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് നീങ്ങും, ഇത് മുഴുവൻ ഒന്ന് ഈ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ ഒന്ന് നോക്കിയേ, ഈ പടം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ 0യിലായിരുന്നത് ഇതേ പടം നമ്മൾ എങ്ങോട്ട് വരയ്ക്കണം, ഒരു 2π ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുക. മനസ്സിലായി? ഇതേ പടത്തിനെ ഒന്ന് 2π ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് അപ്പുറത്തോട്ട് പോകും. അതുപോലെ തന്നെ ഇതെന്താ, ഇങ്ങോട്ടൊന്ന് നീങ്ങും. അപ്പൊ -4π എന്നുള്ളത് എങ്ങോട്ട് വരും, -2πയിലോട്ട് വരത്തില്ല. കാരണം എന്താ, ഒരു 2π ഷിഫ്റ്റ്, ഇതേ പടത്തിനെ 2π ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ½(x(e⁻j⁻) - 2π/2. മനസ്സിലായോ? ഇത് വരയ്ക്കുമ്പോൾ എല്ലാം ഈക്വൽ ഡിവിഷനിൽ വെച്ച് വരച്ചാലേ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനല്ലേ പറഞ്ഞത്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നോക്കി ഈ പോർഷനിൽ, അപ്പൊ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്, നമുക്ക് നോക്കി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുന്നതാണ്, ഈ പടം നോക്കി ഇതല്ലേ വരുന്നത്. അതായത് ഇത് വരയ്ക്കുമ്പോൾ ഇവിടം തൊട്ട് -π ആയിട്ട് ഈ പടം വരും. ഇതിങ്ങനെ വരച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഈ ഹാഫിൽ ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. അടുത്തെടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് അത് ഇവിടെ കമ്പൈൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് 0 ആയതുകൊണ്ട് ഇത് മാത്രം ഇവിടെ വരും. ഇവിടെ ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ സ്പെക്ട്രം കിട്ടിയേ. അപ്പൊ നമ്മുടെ സിഗ്നൽ എന്തായി മാറി, സ്ട്രെച്ച്ഡ് വേർഷൻ ആണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്, ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ. അതായത് നേരത്തെ -π/2 to π/2 ആയിരുന്നത് ഇത് -π to πയിലേക്ക് എന്തായി, സ്ട്രെച്ച്ഡ് ആയി മാറി. അതാണ് നമ്മൾ എന്ത് മനസ്സിലായത്. അപ്പം ഡെസിമേഷൻ ബൈ 2 ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, എന്താ സംഭവിച്ചത്, സ്ട്രെച്ച്ഡ് ആയി. ഇനി അടുത്ത എന്താണ്, d = 3. ഓക്കെ, d = 3 എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്തായി മാറി, 2 ആയിരുന്നപ്പോൾ 2π ആണെങ്കിൽ 3 ആവുമ്പോൾ എന്താവും, 2π എന്ന 3π ആവത്തില്ലേ. അപ്പൊ 3π ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, എങ്ങനെയാണ് 3π ആണ് ആവുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 3π ആ ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്, 3π ആണ് വരുന്നത്. അതായത് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെ, 2 എന്നുള്ളത് 2 ആയപ്പോൾ 2π ആയി, 3 എന്നുള്ളത് 3π ആയി. അപ്പൊ നമ്മുടെ ലിമിറ്റ് എത്രയായിരുന്നു ക്വസ്റ്റിനിൽ കൊടുത്തിരുന്നത്, ഇൻപുട്ട് സ്പെക്ട്രം എന്താണ്, -π/2 to +π/2 അല്ലേ. അപ്പൊ അതിന്റെ കൂടെ 3 ആഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, -3π/2 to +3π/2. മനസ്സിലായോ? അതായത് നേരത്തെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, d = 2 ആയിരുന്നു. d = 2 ആയപ്പോൾ -π/2 π/2 കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറി, 2 2 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, -π to π എന്ന് കിട്ടി. ഇനി ഇവിടെ എന്താ, 3 ആണ്. d3 ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്തായി മാറും, 3π ആയി മാറും. അപ്പൊ π/2 π/2 കൂടെ എന്താ മൾട്ടിപ്ലൈ ഉണ്ട്, 3 ആവത്തില്ല. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് എങ്ങനെ എഴുതണം, -3π/2 to 3π/2. അപ്പൊ നേരത്തെ വരച്ച അതേ പടം തന്നെ അപ്പൊ ഒന്നും കൂടെ സ്ട്രെച്ച്ഡ് ആവുകയാണ് ചെയ്തത്. അതായത് കണ്ടോ, അതിന്റെ വാല്യൂ എന്താവുകയും ചെയ്തു, 1/3 ആവുകയും ചെയ്തു. നേരത്തെ 1/2 ആണെങ്കിൽ അത് പിന്നെ ഒന്നും കൂടെ താന്നപ്പോൾ എന്തായി, 1/3 ആയി മാറി. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റ് എവിടെ, നേരത്തെ π/2 ആയിരുന്നത് 2 ആയപ്പോൾ -π to π ആയിരുന്നു. ഇതിപ്പോ എന്തായി, -3π/2 to +3π/2 ആയി.
ക്ലിയർ ആയോ? അപ്പോൾ ഒന്നും കൂടെ വലിഞ്ഞു ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? 3 കമ്പോണൻസ് ഉണ്ട്. k = 0 to 2 അല്ലേ, 1/3 സിഗ്മ k = 0 to m-1 എന്ന് പറയുമ്പോൾ 2 വരും, x of e raised to j of omega minus 2pi k/3 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? 3 കമ്പോണൻസ് ഉണ്ട്. kക്ക് 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. ഒന്ന് ഈ ഒരു ടേം, അടുത്തത് ഇതിന് ഒരു പ്രാവശ്യം 2π ഷിഫ്റ്റ് ചെയ്യുന്ന ടേം, പിന്നെ ഇതിന് ഒന്നും കൂടെ 2π ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ടേം. ഈ 3 എണ്ണവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? y of e raised to j omega കിട്ടുന്നത്. അതാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്തു? 1/3 x of e raised to j omega/3 എന്ന് പറഞ്ഞാൽ എന്താ? -π/2 to π/2 എന്നുള്ളത് എന്തായി മാറി? -3π/2 to +3π/2 ആയി. അപ്പൊ ഇവിടെ വാല്യൂ എത്രയായി? 1/3 ആയി. അപ്പൊ ഇത്രയും സ്ട്രെച്ച്ഡ് ആയി. അടുത്ത എന്താണ്? ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. എത്രയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? 2π ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് 0-ൽ ഉണ്ടായിരുന്നത് അടുത്ത വരയ്ക്കുമ്പോൾ എവിടെ വരയ്ക്കണം? ഇതേ പടം തന്നെ 2πയിൽ വരയ്ക്കാം. നോക്ക്, ഇത് ഇതേപടി തന്നെ ഒന്ന് 2π ഷിഫ്റ്റ് ചെയ്ത് വരച്ചേക്കണാണ് ഞാൻ ഇതേ ഇവിടെ വരച്ചേക്കുന്നത്. അതാണ് എന്ത്? എക്സ് ഓഫ്. അപ്പൊ ഇവിടെ ഉള്ളത് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി വരുമല്ലോ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. അടുത്ത എന്താണ്? ഒമേഗ -4π/3. -4π/3 എന്ന് പറഞ്ഞാൽ ഈ 2πയിലുള്ളത് ഇത് എങ്ങോട്ടാവും? 4πയിലാവും. അപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന -4πയിൽ ഉണ്ടായിരുന്നത് എങ്ങോട്ട് വരും? 2πയിലോട്ട് വരും. മനസ്സിലായോ? അപ്പൊ ഈ പടം ഒന്നും കൂടെ വരയ്ക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഇങ്ങനെ ഒരു കിട്ടും. അതായത് ഇതെല്ലാം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോവുക. അപ്പൊ ഇതിന്റെ പോർഷൻ നമുക്ക് ഇത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പോർഷൻസേ വരുള്ളൂ. ഇനി നമ്മുടെ ഫൈനൽ എന്താണ്? ഈ 3 എണ്ണവും കൂടെ ആഡ് ചെയ്യണം അല്ലെ? ഈ 3 എണ്ണവും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? നോക്കിയേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് ഈ പോർഷൻ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇത് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യാതെ കിട്ടുമായിരുന്നു. ഇതിന്റെ കുറച്ച് പോർഷൻസ് ഇവിടെ ഓവർലാപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷന്റെ ഇവിടെയും കുറച്ച് ഓവർലാപ്പ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കിയാൽ കുറച്ച് ഭാഗത്തുണ്ട് ഓവർലാപ്പിംഗ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓവർലാപ്പിംഗ് വരുന്നത്? കാരണം ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് ഇതിനകത്തല്ല, ഇതിന്റെ കുറച്ച് പോർഷൻ ഇതുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏലിയാസിങ് എഫക്റ്റ്. അപ്പൊ ഡെസിമേഷനിൽ സംഭവിക്കുന്ന, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഏലിയാസിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ എഫക്റ്റിനെയാണ്, അതായത് സിഗ്നൽസിനെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ നമ്മുടെ സിഗ്നൽസ് കുറച്ച് ഡിസ്റ്റോർട്ടഡ് അല്ലെങ്കിൽ ഓവർലാപ്പ് ആയി പോകും, കുറച്ച് ലോസ് ആയി പോകും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഏലിയാസിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏലിയാസിങ് എഫക്റ്റ് എവിടെ? ഇതിനകത്ത് ഏലിയാസിങ് എഫക്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഏലിയാസിങ് എഫക്റ്റ് എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പൊ ഈ ഏലിയാസിങ് എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു ഡെസിമേഷൻ യൂസ് ചെയ്യുമ്പം അതിന്റെ മുൻപ് ഒരു ആന്റി ഏലിയാസിങ് ഫിൽട്ടർ യൂസ് ചെയ്യണം. അപ്പൊ ക്വസ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചിലപ്പോൾ അനലൈസ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നിങ്ങളത് വരച്ചു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ അതിനകത്ത് ഡെസിമേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു സിഗ്നൽ, നമ്മുടെ ഒരു ഇൻപുട്ട് സ്പെക്ട്രം ഉണ്ട്, അതിനെ നമുക്ക് ഡെസിമേറ്റ് ചെയ്യണം ബൈ എ വാല്യൂ ഓഫ് d. അവിടെ ഏലിയാസിങ് എഫക്റ്റ് വരാതിരിക്കണമെങ്കിലുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: ദ ഇൻപുട്ട് സ്പെക്ട്രം മസ്റ്റ് ബി ബാൻഡ് ലിമിറ്റഡ് ടു π/d. അതായത് ഇപ്പൊ എൻ്റെ ഇൻപുട്ട് സ്പെക്ട്രം ഞാൻ എടുക്കുന്ന എത്രയാണോ അത് ബാൻഡ് ലിമിറ്റഡ് ടു π/d ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവാതിരിക്കുള്ളൂ? ഏലിയാസിങ് എഫക്റ്റ് ഉണ്ടാവാതിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റിനകത്ത് ഓൾറെഡി നമുക്ക് കൊടുത്തേണ്ട എന്താണ്? -π/2 to π/2 ആണ്. അതാണ് ഇൻപുട്ട് സ്പെക്ട്രം. അപ്പൊ നമ്മൾ d = 2 എന്ന് പറയുമ്പോൾ എന്താ? π/d കൺസെപ്റ്റ് ആണല്ലോ. കണ്ടോ? അപ്പൊ നമ്മുടെ ഇൻപുട്ട് സ്പെക്ട്രം ഏതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്? π/dക്കകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് d = 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരാത്തത്? ഏലിയാസിങ് എഫക്റ്റ് വരാത്തത്. പക്ഷേ ഇവിടെ ഓൾറെഡി ഇൻപുട്ട് π/2 ആണ്. അപ്പൊ നമ്മൾ d = 3 ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് അതിനേക്കാൾ കഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇത് ചെയ്യണമായിരുന്നെങ്കിൽ, അതായത് d = 3 ഏലിയാസിങ് എഫക്റ്റ് വരാതിരിക്കണമെങ്കിൽ ഈ ഇൻപുട്ട് സ്പെക്ട്രം എന്തായിരിക്കണം? π/3 ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്: വാട്ട് ഈസ് ദ നീഡ് ഓഫ് ആന്റി ഏലിയാസിങ് ഫിൽറ്റർ? അതാണ് ഇവിടെ പറയുന്നത്. നമുക്കുള്ളൊരു ഇൻപുട്ട് സിഗ്നലിനെ നമ്മളൊരു ഡെസിമേറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ബാൻഡ് ലിമിറ്റഡ് അല്ല. ഡെസിമേറ്റഡ് സിഗ്നലിന്റെ സ്പെക്ട്രത്തിലെ ബാൻഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏലിയാസിങ് എഫക്റ്റ് ഉണ്ടാവും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? ഇൻപുട്ട് സിഗ്നൽ ഷുഡ് ബി ബാൻഡ് ലിമിറ്റഡ് ടു π/d. π/dക്ക് അകത്ത് നിൽക്കണം. അപ്പൊ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴൊക്കെ ഒരു ഡെസിമേറ്റർ യൂസ് ചെയ്യുന്നുണ്ടോ അതിന് മുൻപ് ഒരു ലോ പാസ് ഫിൽറ്റർ വിത്ത് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് π/d മസ്റ്റ് ബി യൂസ്ഡ്.
അതാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് എപ്പോഴും ഒരു ഡെസിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഡെസിമീറ്റർ എന്ന് പറയുന്ന സെക്ഷനാണ്, അതിനു മുമ്പ് എപ്പോഴും നമ്മൾ ഒരു ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ യൂസ് ചെയ്യണം. ഈ ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ലോ പാസ് ഫിൽട്ടർ ആണ്. അതിന്റെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇത് എത്രയാണോ ഡെസിമേറ്റ് ചെയ്യുന്നത് അതിന് ബാൻഡ് ലിമിറ്റഡ് ആയിരിക്കണം, π/d ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഏലിയാസിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഇതാണ് ഡെസിമേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഡെസിമേഷൻ, എന്നിട്ട് ഇങ്ങനെ ഒരു സ്പെക്ട്രം കൊടുത്തിട്ട് നമ്മളോട് ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കാം. അപ്പൊ ഫ്രീക്വൻസി സ്പെക്ട്രം ഇതിന്റെ പഠിച്ചിരിക്കണം. ടൈമിലാണെങ്കിൽ ഇത്രയും മാത്രം മതി, m-1 സാമ്പിൾസ് എടുത്തിട്ട് എഴുതി ചെയ്യുക. സ്പെക്ട്രം ആണെങ്കിൽ നമ്മൾ ഈ വരച്ചു നോക്കണം. അപ്പൊ അത് കറസ്പോണ്ടിംഗ്ലി സ്കെയിൽ ആവുകയും ചെയ്യും, സ്ട്രെച്ച്ഡ് ആവുകയും ചെയ്യും. അപ്പൊ ഡെസിമീറ്ററിൽ സംഭവിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏലിയാസിംഗ് എഫക്റ്റ് ആണ്. ഈ ഏലിയാസിംഗ് എഫക്റ്റ് കളയാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം, ഒരു ഡെസിമീറ്റർ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ യൂസ് ചെയ്യണം. അത് ജനറലി ഒരു ലോ പാസ് ഫിൽട്ടർ ആണ് വിത്ത് ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ടു π/d. ഇത്രയാണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മൊഡ്യൂൾ 6ലെ ഡെസിമേഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്റർപോളേഷൻ ഡിസ്കസ് ചെയ്യാം. Hope it is clear. Thank you.